തീർച്ചയായും നീയത് അറിയുമായിരുന്നു. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നീ അറിയും. നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം, അതുമാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായും ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരുടെ മേൽ നിരീക്ഷിച്ചിരുന്നവൻ. മഅരിബ് അണക്കെട്ട്. യമന്റെ തലസ്ഥാനമായ സ്വൻആയിൽ നിന്ന് 200 കിലോമീറ്ററോളം അകലെയാണ് മഅരിബ്. അവിടെ ജീവിച്ചിരുന്ന സബഅ് ഗോത്രത്തെ ഭരിച്ച ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയിൽ വിശ്വസിക്കുകയും ജെറൂസലമിലേക്ക് പോവുകയും ചെയ്തിരുന്നു. സബഅ് ഗോത്രം അക്കാലത്ത് ജീവിച്ചിരുന്ന വീടുകളാണിത്. അവർക്ക് അല്ലാഹു വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകി. അധ്യായം 34 സബഅ് 15-ാം സൂക്തത്തിൽ അക്കാര്യം വിശദമാക്കുന്നുണ്ട്. സമൃദ്ധമായ 2 കൃഷിത്തോട്ടങ്ങൾ, സുഖകരമായ ജീവിതം. നന്ദി കാണിക്കുന്നതിന് പകരം സമ്പൽ സമൃദ്ധിയിൽ മതിമറന്ന് നിഷേധികളും നന്ദികെട്ടവരുമായി വിഹരിച്ച സബഅ് ഗോത്രക്കാരുടെ കൃഷിസ്ഥലങ്ങൾ ഇവിടെയായിരുന്നു. അവർ ജലസേചനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന അണക്കെട്ട് പൊട്ടിത്തകർന്നു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഫലസമൃദ്ധമായ തോട്ടങ്ങൾ അല്ലാഹു നശിപ്പിച്ചു. അധ്യായം 34 സബഅ് 16-ാം സൂക്തത്തിൽ പറഞ്ഞ ആ സംഭവം നടന്നത് ബൽക്കീസ് രാജ്ഞിയുടെ കാലത്തിന് 1100 വർഷങ്ങൾക്കു ശേഷം AD 120 ആയിരുന്നു. പൊട്ടിത്തകർന്ന ആ ഡാമിന്റെ അവശിഷ്ടമാണിത്. سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി കാണിക്കുക. UAE പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് അടുത്ത കാലത്ത് സബയിൽ പുനർനിർമ്മിച്ച ഡാമാണിത്. തകർന്നുപോയ ഡാമിന്റെ അല്പം മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള മലകളിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽ ശേഖരിക്കപ്പെടുന്നത്. ഗുഹാവാസികൾ. ഖുർആനിൽ അധ്യായം 18 അൽ കഹ്ഫ് 9 മുതൽ 26 വരെയുള്ള സൂക്തങ്ങളിൽ വിശദമായി പരാമർശിച്ച ഗുഹയിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. AD 98 മുതൽ 117 വരെ റോമാ സാമ്രാജ്യം ഭരിച്ച ട്രാജൻ എന്ന ക്രിസ്ത്യൻ ചക്രവർത്തി ജനങ്ങളെ ബിംബാരാധനക്ക് നിർബന്ധിച്ചു. അതിന് വിസമ്മതിക്കുന്നവരെ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏകദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും യേശുവിന്റേതുൾപ്പെടെയുള്ള യാതൊരു ബിംബങ്ങളെയോ സൃഷ്ടികളെയോ ആരാധിക്കുകയില്ലെന്നും പ്രഖ്യാപിച്ച സത്യവിശ്വാസികളായ 6 യുവാക്കൾ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുകയായിരുന്നു. വഴിയിൽ അവരെ കണ്ട ആട്ടിടയനായ മറ്റൊരു യുവാവ് ഏകദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി അവരോടൊപ്പം ചേർന്നു. 7 യുവാക്കളും പുതുതായി ചേർന്ന യുവാവിന്റെ നായയും കൂടി ജോർഡാൻ തലസ്ഥാനമായ അമ്മാൻ പട്ടണത്തിന് സമീപം റഖീമിൽ ഒരു കുന്നിൻ ചെരുവിൽ ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കാര്യം നേരായ വിധത്തിൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സൗകര്യം നൽകുകയും ചെയ്യണമേ. അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകി. ഗാഢമായ ഉറക്കത്തിലാഴ്ത്തി. 300 വർഷം തുടർച്ചയായി ഉറങ്ങിക്കിടന്ന യുവാക്കൾ പിന്നീട് ഉണർന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ തങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച യുവാക്കൾ
ആരുമറിയാതെ ഭക്ഷണം വാങ്ങാൻ ഒരാളെ മാർക്കറ്റിലേക്ക് വിട്ടു. 3 നൂറ്റാണ്ട് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാണയങ്ങളുമായി വന്ന യുവാവിനെപ്പറ്റി സംശയം തോന്നിയപ്പോൾ അദ്ദേഹം ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. 3 നൂറ്റാണ്ട് മുമ്പ് ഗുഹയിൽ അഭയം പ്രാപിച്ച സത്യവിശ്വാസികളായ യുവാക്കൾ ദൈവിക കൽപ്പന പ്രകാരം ഉണർന്നെഴുന്നേറ്റ് വന്നുവെന്ന് മനസ്സിലാക്കിയ ഗവർണർ യുവാവിനെ അന്നത്തെ ബൈസന്റൈൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് രണ്ടാമന്റെ മുമ്പിൽ ഹാജരാക്കി. AD 408 മുതൽ 450 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. യുവാവിന്റെ കൂടെ ഗുഹയിലേക്ക് തിരഞ്ഞുവന്ന ഗവർണറും ചക്രവർത്തിയും ജനങ്ങളും യുവാക്കളെ ആദരിച്ചു. ദൈവിക ശക്തി കണ്ട് ജനങ്ങൾ അമ്പരന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാൾ സത്യമാണെന്നതിന് ഒരു സാമ്പിൾ കാണിക്കുകയായിരുന്നു അല്ലാഹു. വീണ്ടും ഗുഹയിൽ ഗാഠനിദ്രയിലേക്ക് ആഴ്ത്തപ്പെട്ട യുവാക്കൾ പിന്നീട് മരണപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങൾ ഗുഹക്കകത്തെ വെവ്വേറെ ഖബറുകളിൽ വെച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒരു ഖബറിലേക്ക് മാറ്റിവെക്കപ്പെട്ടു. ഇപ്പോഴും ആ എല്ലുകൾ ഖബറിനകത്ത് കാണാം. വിവരണം നൽകുന്നത് ഗുഹയുടെ കാവൽക്കാരൻ മുഹമ്മദ് യൂസുഫുൽ അർഖൂബ്. قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم. ഗുഹയിലേക്ക് വെളിച്ചവും വായുവും കടക്കുന്ന ദ്വാരം. അവരുടെ നായയുടെ തലയോടും താടിയെല്ലും. പുറത്തുനിന്ന് ഗുഹയിലേക്ക് വായുവും വെളിച്ചവും കടക്കുന്ന ദ്വാരം. ഗുഹയ്ക്ക് മുകളിലെ തൂണുകൾ അവരെ ബഹുമാനിച്ചിരുന്ന റോമൻ വിശ്വാസികൾ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഉമവിയ ഖലീഫ അബ്ദുൽ മലിക് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് പാർശ്വഭാഗത്ത് കാണുന്ന കരിങ്കല്ലുകൾ. ഏറ്റവും അവസാനം ഗുഹാമുഖത്തെ മണ്ണ് മാറ്റിയത് 1963 റഫീഖ് വഫ അദ്ദീജാനി എന്ന ഗവേഷകന്റെ നേതൃത്വത്തിലാണ്. അബ്രഹത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ക്രിസ്താബ്ദം 571 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം. അബ്സീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന രാജാവ് യമനിൽ ഇപ്പോഴത്തെ ഓൾഡ് സൊൻആ മാർക്കറ്റിന് സമീപം അർഖദുൽ ഖലീസിൽ മക്കയിലെ കഅബക്കെതിരായി ഒരു ദേവാലയം പണിതു. ആ വ്യാജ കഅബ ഈ സ്ഥാനത്തായിരുന്നു പണിതിരുന്നത്. മക്കയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട അബ്രഹത്ത് ദൈവിക ഭവനമായ കഅബ പൊളിച്ചു നീക്കാൻ ആനയുടെ അകമ്പടിയോടെ ഒരു സൈന്യവുമായി മക്കയിലേക്ക് നീങ്ങി. മുസ്ലിം ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ ദൈവിക ഭവനം ദൈവം സംരക്ഷിച്ചു. സൈന്യം മുസ്ദലിഫയുടെയും മിനായുടെയും ഇടക്കുള്ള വാദി മുഅസ്സിറിൽ എത്തിയപ്പോൾ അല്ലാഹു അവരെ നശിപ്പിച്ചു. ഇതാണ് ആ സ്ഥലം. അധ്യായം 105 അൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? ചുട്ടുപഴിപ്പിച്ച കല്ലുകൾ, അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. അങ്ങനെ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം